നമ്മളെ കാര്യം ഇതിന് കുഴപ്പമില്ല. ഇതൊക്കെ ഒരു പുതിയ സംഭവമല്ല. തമിഴ്നാട്ടില് തമിഴ് ആക്ടർ സൂര്യ അച്ഛൻകോലും എന്നോട് ഇതിനെ വിളിച്ചു, ഇന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ 6 മണിക്കൂറേ കറണ്ട് ഉള്ളതാണ്. നമ്മൾ എത്രയോ പേര് തമിഴ്നാട്ടിൽ ഗ്രാമങ്ങളിൽ 6 മണിക്കൂറേ കറണ്ട് ഉള്ളതാണ് മൊത്തം. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം നമ്മളൊരു ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്, ഞാൻ പറഞ്ഞു തന്നതല്ല, ഈ ഹോമിയോ മരുന്ന് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ മലയാളിയെ പഠിക്കുകയില്ല. പരിസ്ഥിതിയോട് നമ്മൾ കാണിച്ച പ്രിയരമായ നമ്മൾ ഈ പറഞ്ഞ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ആറ്റി കിടന്ന മണലെല്ലാം മാറ്റി. നമ്മൾ ഈ നാട്ടിലുള്ള നിങ്ങൾ കൊല്ലം ചെയ്തിട്ടുള്ള ഒന്ന് കല്ലടയാറ് വിസിറ്റ് ചെയ്യണം. കല്ലടയാറ് ഇപ്പൊ കുളങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു പട്ടാഴി മുതൽ പട്ടാഴി വിളക്കുന്ന ഒരു പോർഷൻ വലിയ കുളം, ചിറ കുറയും, വെള്ളം ഒഴുകില്ല, കെട്ടിക്കിടക്കുക. എന്തൊരു നാശമാണ് ഉണ്ടായതായ കുളമാണ്. ഇതെല്ലാം കണ്ടിട്ട് പിന്നെ എന്നിട്ട് ഞാൻ ആലോചിച്ച പട്ടാഴി ചെന്നപ്പോൾ ഇങ്ങനെ ബോർഡ് കണ്ടു, എനിക്ക് ഞെട്ടിപ്പോയി. പരിസ്ഥിതി സംരക്ഷണ സമിതി ഈ പട്ടാഴിയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മണൽ ഖനനം ചെയ്തതും അത് വിറ്റ് കാശാക്കിയതും. അവിടെ മണൽ എന്നുള്ള സാധനം ആ നദിയിലില്ല. നമുക്ക് ദൈവം തന്ന പ്രകൃതിയിൽ തന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ നശിപ്പിക്കുക. നമ്മളതൊന്നും ശാസ്ത്രം കണ്ടെത്തിയതാണെങ്കിൽ പോലും എല്ലാം ദൈവം തന്നത്. ഹോമിയോ മരുന്നാണെങ്കിൽ ശരി, ആയുർവേദ മരുന്നാണെങ്കിൽ എല്ലാം ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ. അത് ഉപയോഗപ്പെടുന്നില്ല. നമ്മുടെ ആഹാരക്രമം, നമ്മുടെ രീതികൾ അത് മാറുന്നതനുസരിച്ച് രോഗം, അതിന് ലക്ഷണങ്ങൾ അത് കണ്ടെത്തി ചികിത്സിക്കുന്ന ഒരു വലിയ ശാസ്ത്ര ശാഖയാണ് നമ്മുടെ ഹോമിയോ എന്ന് പറയുന്നത്. ഇന്നിപ്പോഴീ സ്കാനിങ് മറ്റൊന്ന് ആൾക്കാർക്ക് നമ്മൾ കുറ്റം പറയാം. ഹോമിയോ ഡോക്ടർമാരാണ്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ പോലെ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഡോക്ടർ പണിയല്ല നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ വിശ്വസിക്കുന്ന രോഗികളെ രക്ഷിക്കാൻ കഴിയുന്നു, അതിനൊരു സാറ്റിസ്ഫാക്ഷൻ, അതുകൊണ്ടുള്ള ഒരു വരുമാനം മാത്രമേ നിങ്ങൾക്കുള്ളൂ. മറ്റുള്ളവർ തന്നെയല്ല. ഗവൺമെന്റ് ഡോക്ടറാണെങ്കിലും പ്രൈവറ്റ് പ്രാക്ടീസിൽ ഇരുന്നാൽ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കാം. പക്ഷേ ഒരു വിശ്വാസം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാൻസറിന് പോലും ചികിത്സിക്കാൻ ഹോമിയോയിൽ വരുന്നുണ്ട്. എന്റെ അമ്മയുടെ അമ്മ ക്യാൻസറിന്റെ സെക്കൻഡറീസ് വന്നത് ഒരു വശം തളർന്നു, ബ്രെയിനിനെ അഫക്ട് ചെയ്തു. പക്ഷെ ലങ്സിലായിരുന്നു ക്യാൻസർ. ചുമയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചുമയായിരുന്നു. ഇതൊക്കെ അനുഭവത്തിലുള്ള. അങ്ങനെ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ കിടത്തി. സെഡേഷനാണ്, ഓർമ്മയൊന്നുമില്ല, ബോധമൊന്നുമില്ല. ഇടയ്ക്ക് ബോധം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംഭാഷണം. അങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞു എനിക്ക് ദിവസങ്ങളെ ഉള്ളൂ വീട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെ അമ്മ വളരെ വിഷമത്തോടുകൂടി വീട്ടിൽ കൊണ്ടുപോകും. അപ്പോഴാണ് എന്റെ സുഹൃത്ത് സക്കറിയുടെ അച്ഛനാണ് പേജ് ഒരു ഹോമിയോ ഡയറക്ടർ. അദ്ദേഹത്തിനോട് അമ്മ പറഞ്ഞു, ഡോക്ടറെ അമ്മയ്ക്ക് ഇങ്ങനെ തീരെ വയ്യ, ഭയങ്കര ചുമയാണ്, ക്യാൻസറാണ്, ലെൻസിലാണ്, മരിച്ചു പോകുന്നതിനും മരിക്കുന്നവരെ ഈ ആശുപത്രി കിടത്തി ഉറക്കം കൂടിയപ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രശസ്തനായ ഡോക്ടർ വന്നു. അദ്ദേഹം വേലായുധ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ നമ്മുടെ കരിക്കര പത്തനോള സാറിന്റെ മകനാണ്. അദ്ദേഹം അമേരിക്കയിലേക്കോ പ്രശസ്തനായ ക്യാൻസർ വിദഗ്ധൻ. അദ്ദേഹം വന്ന് പരിശോധിച്ച് പറഞ്ഞു, ഇനി അവിടുത്തെ അമ്മയോട് പറഞ്ഞ ചേച്ചി ഇവിടെ ഇട്ട് വെറുതെ മരുന്ന് കൊടുക്കണ്ട, അമ്മയെ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ, ദിവസങ്ങളേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് എനിക്ക് മരുന്ന് കൊടുത്ത് അബോധാവസ്ഥയിൽ ഇട്ട് വിഷമിക്കും എന്താന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജ് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഡോക്ടറെ വിളിച്ചു. അമ്മ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ എന്തെങ്കിലും ഹോമിയോയിൽ മരുന്നുണ്ടോ, അമ്മയ്ക്ക് കൊടുക്കാൻ ഭയങ്കര ചുമയാണ്, കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഡോക്ടർ വന്നു, കൊടുത്തു, മരുന്ന് ആരംഭിച്ചു. നമുക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഞാൻ എന്റെ അനുഭവം നേരിട്ട് പറയാണ്. പിന്നീട് എന്റെ അമ്മൂമ്മ 1.25 വർഷം ഒരു ചുമ പോലും ചുമക്കാതെ, പക്ഷെ അപ്പോഴത്തെ ഒരു വശം തളം തന്നെ ആ കിടപ്പിൽ തന്നെ ഒരു കുഴപ്പമില്ലാതെ 1.25 വർഷം പിന്നെ ജീവിച്ചു. ഒരു ചുമ പോലും 1.5 വർഷത്തിനുള്ളിൽ ചുമച്ചിട്ടില്ല. വളരെ സുഖകരമായി ഒരു ദിവസം വളരെ സ്മൂത്തായിട്ട്, വേദനകളും ദുഃഖാളങ്ങളും ബഹളമൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് പ്രായം ചെന്നവർ മരിക്കുന്ന ആ ഒരു ശാന്തതയിൽ മരിച്ചു. അതിന്റെ കാരണം ഹോമിയോ മരുന്ന് കഴിച്ചതാണ് എന്ന് നാം ഉറപ്പിച്ചു. കാരണം മാത്രമേ വേറൊരു മരുന്നുകൾ ഒരാഴ്ച അല്ലെങ്കിൽ പരമാവധി 1.5 ആഴ്ചയോളം ജീവിക്കില്ല എന്ന് പറഞ്ഞാൽ 1.25 വർഷം ഒരു ചുമ പോലും ചുമക്കാറില്ല. അപ്പൊ ഹോമിയോ മരുന്ന് മാത്രം ഉപയോഗിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്താൽ അത് പ്രയോജനം. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ തുടക്കത്തിൽ ആരും പറയത്തില്ല, ഇത് കഴിക്കാനുള്ള ക്ഷമയും ആർക്കുമില്ല, അതിനുള്ളൊരു മനസ്സും കാണിക്കില്ല. അപ്പൊ അതൊക്കെ മാറണം. അപ്പൊ ആ മാറ്റം മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കും. നിങ്ങളുടെ ഈ സമ്മേളനം നടക്കുമ്പോൾ കൂടുതൽ സ്ഥലത്തേക്ക് കൂടുതൽ ആശുപത്രികൾ തുറക്കുക, കൂടുതൽ ആളുടെ അതിലേക്ക് ചികിത്സിക്കാൻ കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് ഒരു ബോധവൽക്കരണ പ്രവർത്തനമാണ്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കാര്യം പറയാം. ഞാൻ തിരുവല്ലയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഹോമിയോ ഡോക്ടർ, ഒരു ലേഡിയാണ്, 15 വയസ്സായിട്ടാണ്, ജീവിച്ചിരിക്കൊണ്ടായിരുന്നു. തിരുവല്ല ടൗണിലായിരുന്നു. ഞാൻ എന്റെ ഈ ഹോമിയോ ഡോക്ടർമാർ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് അവിടെ ആ ഡോക്ടർ രാവിലെ ക്രിസ്ത്യൻ ഡോക്ടർ, ആ ഡോക്ടർ രാവിലെ വയസ്സായ അന്ന് തന്നെ നല്ല പ്രായമുണ്ട്. എല്ലാവരും മരുന്ന് കൊടുക്കുന്നത്, മരുന്ന് കൊടുക്കുമ്പോൾ ഞാൻ പോയി നോക്കി, മരുന്ന് കണ്ടെടുത്ത് ചെയ്ത പ്രാർത്ഥന. ഞാൻ കൊടുക്കുന്ന മരുന്ന് ഈ രോഗിക്ക് ഫലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റൽ. തിരുവല്ല ടൗണിന്റെ നടക്കാണ്. ഇപ്പൊ ആ സൈഡ് തിരുവല്ലയിൽ നമ്മൾ വടക്കേക്ക് തിരിയുന്ന ആ മൂലയ്ക്കാണ് ഇരിക്കുന്നത്. അന്ന് വർഷങ്ങൾ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഡോക്ടർ എല്ലാം പ്രാർത്ഥിച്ചിട്ട് കൊടുക്കൂടായിരുന്നു. അത്ര
അത്രയും തന്റെ രോഗിയെ രക്ഷിക്കണമെന്നുള്ള സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ അനുഗ്രഹം മരുന്ന് കഴിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ചെയ്യുന്ന വളരെ സിൻസിയറായിട്ടുള്ള ഡോക്ടർമാരുടെ ഉണ്ടായിരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അങ്ങനെയാകണം. നമുക്ക് ഒരു രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാ ജോലിക്കും നമ്മൾ തുടങ്ങി വയ്ക്കുന്ന ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പ്രവൃത്തി പ്രൊഫഷണലായിട്ട് നിങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ ചികിത്സിക്കുന്ന രോഗികളുടെ രോഗം പെട്ടെന്ന് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ തീർച്ചയായിട്ടും ഹോമിയോ ഡോക്ടർമാരുടെ വിഷയം വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എല്ലാം വളരെ നല്ല നിലപാടെടുക്കുന്നത്. കാരണം ഞങ്ങളുടെ സർക്കാരിനെ സംബന്ധിച്ച് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന സർക്കാരാണ്. ഡോക്ടർമാരുടെ വിഷയത്തിൽ അവരെ പ്രൊഫഷണലായിട്ട് അവരെ മാനിക്കേണ്ടത് ഈ തന്നെ മാനിക്കും. അല്ലാത്ത ഈ മന്ത്രിയാണ് ലോകത്തെ ഏറ്റവും വലിയ ജീവി എന്ന് ഞങ്ങൾ അനുസരിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ ഉപകാരം ചെയ്യുന്ന എല്ലാവരെയും വളരെ പോസിറ്റീവായിട്ട് കാണുകയും ഞങ്ങളുടെ മുഖ്യമന്ത്രിയാകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അതാണ്. അവരുടെ പ്രശ്നങ്ങൾ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പ്രശ്നങ്ങളിൽ വളരെ സ്നേഹത്തോടുള്ള സമീപനമാണ്. നിയമപരമായി അനുവദിക്കുന്ന ബഹളങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എങ്കിലും അത് പുറത്തേക്ക് വരുന്നതിലും മാധ്യമങ്ങളിൽ പുറത്തു വരുന്നതിലും അതിനെ ജനങ്ങളെ ബോധ്യപ്പെടുന്നതിലും നമുക്ക് പല വീഴ്ചകളുണ്ട്. അത് സമ്മതിക്കാൻ വേണം. അത്തരം പ്രചരണങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടെങ്കിലും പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് ഈ സമ്മേളനത്തിൽ ഡോക്ടർമാരായി നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നതിൽ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. കാരണം ജനങ്ങളുമായി ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തികളാണ് ഡോക്ടർമാർ. ആ ഡോക്ടർമാരെ സംതൃപ്തിയോടുകൂടി മറ്റു രോഗികളെ പരിശോധിക്കാൻ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കും. തീർച്ചയായിട്ടും എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കുമെന്ന വാക്ക് നൽകിക്കൊണ്ട് ഈ ചടങ്ങിൽ അന്വേഷിച്ച എല്ലാവർക്കും നന്ദി പറയും. അതിലുപരിയായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികളെ നമ്മുടെ ആദരിക്കുകയാണ്. ബാലചന്ദ്രൻ, ശ്രീമതി സ്മിതയാണ്. ഞാൻ സ്മിതയെ കുറിച്ച് ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. അതൊരു നല്ലൊരു എല്ലാ ചാനലിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും അവതരിപ്പിക്കുന്നവരുടെ പ്രസന്നതയും അവരുടെ സൗന്ദര്യവും ഒക്കെ ആളുകൾ ശ്രദ്ധിക്കും. ഇപ്പോഴും നമ്മളെങ്ങനെയാണല്ലോ, കട മോശമാണെങ്കിലും മോഡൽ നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജനകോടികളുടെ വിശ്വാസ സ്ഥാപനം പോലെ നമ്മുടെ ആളുകളെ ആകർഷിക്കും. ഇത് മറ്റെന്തെങ്കിലും തരത്തിൽ ആകർഷിക്കാതെ സ്മിതയെ പോലെ ഒരു നല്ല കലാകാരിയെ, ഒരു അവതാരകയെ കൃത്യമായി ഇതിന്റെ ഒരു മോഡറേറ്ററായിട്ട് ഇരുത്തി അതിലൂടെ നല്ല അറിവ് പുതിയ സമൂഹത്തിന് ഇപ്പോ അതിനെക്കുറിച്ച് രോഗത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് പലപ്പോഴും. ഈ ക്യാൻസർ രോഗമടക്കം രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് അത് ചികിത്സിക്കാൻ വേണ്ട നിലയിലെത്തുന്നത് ഈ അജ്ഞത കൊണ്ടാണ്. അപ്പൊ അജ്ഞത ഒഴിവാക്കാൻ വേണ്ടി സംശയങ്ങൾ തോന്നുമ്പോൾ തന്നെ ഫോണിൽ കൂടെ ചോദിക്കാൻ അവസരം കൊടുക്കുമ്പോൾ ചാനലുകളിൽ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അടിയന്തരമായി നിങ്ങൾ ഡോക്ടറെ കാണും എന്ന് പറയുമ്പോൾ കാണാനുള്ള മനസ്സുണ്ടാവും. അതിന്റെ അപകടാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് ശ്രീ ബാലചന്ദ്രന്റെയും ശ്രീമതി സ്മിതയും നമ്മൾ ഇവിടെ നിങ്ങൾ ആദരിക്കുന്നത്. നിങ്ങൾ ഡോക്ടേഴ്സാണ്. ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്താണ് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഞാനൊരു കാഴ്ചക്കാരൻ എന്നുള്ളതിൽ എന്റെ അഭിപ്രായം പറഞ്ഞതല്ലോ. തീർച്ചയായും അത്തരം മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഈ വർഷം മുതൽ ആദരിക്കാനുള്ള നിങ്ങൾ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ ആദരവിന് പാത്രമാകുന്ന ഇവർ രണ്ടുപേരെയും അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ സമൂഹത്തിന് ഒരു നന്മ ചെയ്യാൻ, മറ്റ് ഡോക്ടർമാരെന്നുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല വേറെ കൂടിയുണ്ട്. റിവേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇരുന്ന ഡോക്ടർമാർക്ക് വലിയ ഡിമാൻഡ് വരുന്നുണ്ട് നാട്ടിൽ. ഈ ഡോക്ടറെ അന്വേഷിച്ച് ആൾക്കാർ വരുന്നുണ്ട്. എന്നോട് പറയുന്നുണ്ട് എനിക്ക് ഈ രംഗം വക്കീലന്മാർ ഒരു പറയാറുണ്ട്. ഈ ചാനലുകളിലുള്ള നിയമ ചർച്ച ഉണ്ടായിരുന്നു, നിയമ ചർച്ച. അതിൽ നമ്മളെ ഉൾപ്പെടുത്തി 10 കേസ് കിട്ടുമല്ലോ എന്നാണ് പറയുന്നത്. തീർച്ചയായും ഒരു ഡോക്ടർ ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഡോക്ടർക്ക് തനിക്കകത്ത് അണതാമസം ഉണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാവാൻ കൂടി ഒരവസരമാണ്. ഒരു ഡോക്ടർ ചെയ്യുമ്പോൾ അറിയാം മറുപടി വെറുതെ എന്ന് നമുക്കത് തോന്നും. ശരിയാണ്ടില്ല ഇത് കൊള്ളാം. എന്റെ അമ്മയൊക്കെ സ്ഥിരമായി ഇപ്പൊ ഇത് കണ്ട് ചികിത്സ തുടങ്ങിയിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ശരിയാക്കും. ഞാൻ അപ്പോഴും എന്റെ കാര്യവേദനയുടെ കാരണം കണ്ടുപിടിച്ചതാണ്. ഉടനെ ചികിത്സ ആരംഭിക്കുക. മനഃശാസ്ത്രജ്ഞന്മാരുമായി സംസാരിക്കുന്ന കേട്ടിട്ട് മനഃശാസ്ത്രജ്ഞരെ ഫോൺ നമ്പർ എടുത്ത് അവരെ വിളിച്ച് സ്വന്തം അവസ്ഥ ചികിത്സിപ്പിക്കുന്നവരും നമ്മളെ പരിചയത്തിലുണ്ട്. മറ്റുള്ളവരെ അങ്ങോട്ട് പറഞ്ഞു ശ്രമിക്കുന്നവരും നമ്മളോടുണ്ട്. ഇത്തരം പ്രോഗ്രാമുകളിൽ നിന്ന് ഗുണമുണ്ട്. കാരണം നമ്മളെ ഈ കേൾക്കുന്ന ആള് രോഗിയല്ലെങ്കിലും തനിക്കറിയാവുന്ന ഒരാൾക്ക് ഇത് അസുഖങ്ങളുണ്ട്, ഒന്ന് ചികിത്സിച്ചേക്കാം എന്ന് ഗൈഡ് ചെയ്യാനുള്ള ഒരവസരം കൂടി ഇത്തരം പ്രോഗ്രാമുകൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം പ്രോഗ്രാമിൽ തന്നെ ഒരു വാർത്താ റിപ്പോർട്ടറെ ഇവിടെ നിങ്ങൾ വിളിച്ചു വരുത്തി സമ്മാനം കൊടുത്തതിന് ഇത്രയും ഗുണമില്ല. നിങ്ങൾ കറക്റ്റ് ആളുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവരെ തെരഞ്ഞെടുത്തവരെയും തെരഞ്ഞെടുക്കപ്പെട്ടവരെയും അഭിനന്ദിച്ചുകൊണ്ട് അനുവാദത്തോടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വിളക്കെത്തിക്കൊണ്ട് ഞാൻ വിളിച്ച് നേരത്തെ കഴിഞ്ഞു.
അത് രാവിലെ എത്തിച്ച വിളക്ക് ഇതുവരെ അണഞ്ഞില്ല. അണയാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും നന്മയുള്ളവരെയും ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വരും ദിവസങ്ങളിൽ ഒരുപാട് പേരും പ്രശസ്തിയും നിങ്ങൾ കൈ തൊടുന്നവർ രോഗമുക്തരാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.